ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ അറിയുന്തോറും ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നമ്മൾ സഹായിക്കുകയുള്ളൂ. ഇന്ന് ഫെബ്രുവരി 8 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: K.N. Balagopal presented his fifth budget on 7 February. ഫെബ്രുവരി 7 K.N. ബാലഗോപാൽ തൻ്റെ 5ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇന്നലെയായിരുന്നു കേരളത്തിൻ്റെ ബഡ്ജറ്റ്. കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള K.N. ബാലഗോപാൽ ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. 2025-26 കേരള ബഡ്ജറ്റിൽ സർക്കാർ 50% നികുതി വർദ്ധിപ്പിച്ച മേഖലകൾ ഏതൊക്കെയാണ്? ഭൂനികുതി, 15 വർഷത്തിൽ കൂടുതലുള്ള പഴയ വാഹനങ്ങൾ. 50% ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലയാണ്. ഒന്ന് ലാൻഡ് ടാക്സ്, രണ്ടാമത്തേതാണ് 15 വർഷം പഴക്കമുള്ള 2 വീലർ 3 വീലേഴ്സ് പോലുള്ള വെഹിക്കിൾസ്. അതേപോലെ 4 വീലേഴ്സ് ഇതിൻ്റെ എല്ലാം വീണ്ടും നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ പല മേഖലയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ തന്നെ പുതിയ ഡെവലപ്മെൻറ്റ്സിലായിട്ടും വരുത്തിയിട്ടുള്ള ഒന്നാണ് 2025-26 കേരള ബഡ്ജറ്റ്. ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് 5ാമത്തെ പ്രാവശ്യമാണ് K.N. ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ ആണ് തോമസ് ഐസക്, 12 പ്രാവശ്യം. അതിന് താഴെ വരുന്നതാണ് K.M. മാണി, 9 പ്രാവശ്യം. 2025-26 കേരള ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം എത്രയാണ്? 1,52,351.67 കോടി. ഒരു ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന 2-3 കാര്യങ്ങളാണ്. എത്രയാണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് റവന്യൂ എന്നത്. ഈ പ്രാവശ്യത്തെ പ്രതീക്ഷിക്കുന്ന വരുമാനമാണ് 1,52,351.67 കോടി. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഉണ്ടാകും. എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് 1,79,476.20 കോടി. അതായത് വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ 27,124.53 കോടി രൂപയുടെ കുറവാണ്. മിച്ച ബഡ്ജറ്റാണ് വന്നിട്ടുള്ളത്. അതായത് വരുമാനത്തേക്കാൾ കൂടുതലാണ് എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത്. വരുമാനം 1.52 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 1.79 ലക്ഷം കോടിയാണ്. ഇപ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ 27,124.53 കോടി രൂപയുടെ ഡിഫറൻസ് ആണുള്ളത്. 2025-26 കേരള ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് എത്ര തുക വകയിരുത്തി? 10,411.73 കോടി. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വകയിരുത്തിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുമ്പോൾ അത് ആരോഗ്യ മേഖലയാണ്. 10,431.73 കോടി രൂപയാണ് ഹെൽത്ത് ആയി ബന്ധപ്പെട്ട മേഖലയ്ക്ക് 2025-26 ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 2025-26 കേരള ബഡ്ജറ്റിൽ പരാമർശിക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനമായി ഏത് വകുപ്പിനെയാണ് മാറ്റുക? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, KIIFB. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. 1999 സ്ഥാപിതമായിട്ടുള്ള KIIFB പ്രധാനമായിട്ടും പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫേസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റുകയാണ് KIIFBയെ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: RBI കട്ട്സ് റിപ്പോ റേറ്റ് ബൈ 25 basis points to 6.25%. RBI റിപ്പോർട്ട് നിരക്ക് 25 basis points കുറച്ച് 6.25% മാറ്റി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറച്ചു. നിരവധി വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 7 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് എന്താണ്? 6.25%. 6.50 ആയിരുന്ന റിപ്പോ റേറ്റ് അത് 6.25% കുറച്ചിരിക്കുകയാണ്. ബാങ്കുകളുടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് റിപ്പോ റേറ്റ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് വർദ്ധിപ്പിച്ചാൽ അത് ബാങ്കിനെ ബാധിക്കും. ബാങ്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ 2 വീലേഴ്സിൻ്റെയും കാർ ലോൺ, ഹോം ലോൺ എന്നിവയുടെ പലിശ വർദ്ധിപ്പിക്കും. എന്നാലിപ്പോൾ റിപ്പോ റേറ്റ് കുറച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബാങ്കുകൾ 2 വീലേഴ്സ്, ഹോം ലോൺ, അതുപോലെ തന്നെ കാർ ലോൺ എന്നിവയുടെ പലിശയും കുറയ്ക്കും.
ബാങ്കുകളുടെ പലിശ എപ്പോഴും പ്രധാനമായിട്ടും പറയുമ്പോൾ റിപ്പോ റേറ്റ് ആശ്രയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 0.25% കുറച്ച ഈ സ്ഥിതിക്ക് ബാങ്കുകളുടെ എല്ലാ ടൂ വീലേഴ്സിൻ്റെയും കാർ ലോണിൻ്റെയും വെഹിക്കിൾ ലോൺ മറ്റെല്ലാ ലോണുകളും അതിൻ്റെ പലിശ അല്പം കുറവ് വരും. എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2025 ഫെബ്രുവരി 7 RBI റിപ്പോ നിരക്ക് പരിഷ്കരിച്ചു? 5 വർഷം. അതായത് 5 വർഷമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് റിപ്പോ റേറ്റ് ഒരേ ലെവലിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ റിപ്പോ റേറ്റ് കുറച്ചിരിക്കുകയാണ് 6.25%. ഇത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടുള്ളത്, ഒരു റിവിഷൻ വന്നിട്ടുള്ളത്. 2025 ഫെബ്രുവരി 7 RBI 2025-26 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ച എത്ര ശതമാനമാകുമെന്ന് പ്രവചിക്കുന്നു? 6.7%. വരാൻ പോകുന്ന വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ 2025-26 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു പറയുന്ന GDPയുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് 6.7% ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്, അതായത് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ മുൻ ഗവർണർ ആയിരുന്നു ശക്തികാന്ത ദാസ്. അദ്ദേഹം വിരമിച്ചതിന് ശേഷം വന്നിട്ടുള്ള പുതിയ RBIയുടെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ അച്ചീവ്സ് ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ഓഫ് 100 ഗിഗാവാട്ട് സോളാർ പവർ കപ്പാസിറ്റി. 100 ഗിഗാവാട്ട് സൗരോർജ്ജ ശേഷി എന്ന ചരിത്ര നാഴികക്കല്ല് ഇന്ത്യ കൈവരിച്ചു. ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ഇതിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അതായത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുള്ള 100 ഗിഗാവാട്ട് ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ നിലവിലെ സൗരോർജ്ജ ഉൽപ്പാദനം എത്രയാണ്? 100 ഗിഗാവാട്ട് സൗരോർജ്ജം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യ 100 ഗിഗാവാട്ട് സൗരോർജ്ജം കവിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പാദനം, പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി എന്ന മേഖലയിലേക്ക് ഇന്ത്യക്ക് വന്നിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയാൻ പറ്റും, ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ പറ്റും. കാരണം 100 ഗിഗാവാട്ട് സോളാർ എനർജി ആ ഒരു ടാർഗറ്റ് ഇന്ത്യ അച്ചീവ് ചെയ്തു. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്റ്റർ ആയിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയാണ്. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ നവ പുനരുപയോഗ ഊർജ്ജമന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി. 500 ഗിഗാവാട്ട് സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്ന അഭിലാഷ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യ ഏത് വർഷത്തോടെ പദ്ധതിയിട്ടു? 2030. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ടാർഗറ്റ് ആണ്. അതായത് ഇന്ത്യയിലെ ടോട്ടൽ റിന്യൂവബിൾ എനർജി വഴി, അതായത് കാറ്റാടി യന്ത്രം, സോളാർ പവർ പാനൽസ്, ഇവയിലൂടെ തന്നെ ഇന്ത്യ 500 ഗിഗാവാട്ടിൻ്റെ ഒരു ടാർഗറ്റ് ആണുള്ളത്. ഇത് 2030 ഇന്ത്യ അച്ചീവ് ചെയ്യുമെന്നുള്ള ടാർഗറ്റാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് 100 ഗിഗാവാട്ട് ആണെങ്കിൽ അടുത്തൊരു 5 വർഷം കൊണ്ട് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ അത് 500 ഗിഗാവാട്ട് ആണ്. ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദക രാജ്യം ഏതാണ്? ചൈന. അപ്പോൾ ചൈനയാണ് ഏറ്റവും കൂടുതലായിട്ട് സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 2024 കണക്കനുസരിച്ച് ചൈനയുടെ സൗരോർജ്ജ ഉൽപ്പാദനം എത്രയാണ്? 886 ഗിഗാവാട്ട്. 886 ഗിഗാവാട്ട് ആണ് കഴിഞ്ഞ വർഷത്തെ ചൈനയുടെ കണക്കനുസരിച്ച്. അതായത് വളരെ മുന്നിലാണ് ചൈന, പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഫ്രാൻസ് ഡെലിവേഴ്സ് ഫസ്റ്റ് മിറാജ് 2000 5 ജെറ്റ്സ് ടു ഉക്രൈൻ. ഫ്രാൻസ് ഉക്രൈന് ആദ്യത്തെ മിറാജ് 2000 5 ജെറ്റുകൾ നൽകി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രാൻസ് നൽകിയിട്ടുള്ള ഒരു ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു ഡെലിവറിയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രാൻസ് അടുത്തിടെ ഏത് വിമാനമാണ് ഉക്രൈന് നൽകിയത്? മിറാഷ് 2000. മിറാഷ് 2000 എന്ന് പറയുന്ന വിമാനം ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ആണ് മിറാഷ് 2000. ഇന്ത്യയുടെ ബാൽക്കോട്ട് അറ്റാക്കിൽ ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ള വിമാനമാണ് മിറാഷ് 2000. ഇന്ത്യയുടെ ഗ്വാളിയറിലാണ് മിറാഷ് 2000 സ്ക്വാഡ്രൺ ഉള്ളത്. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1982. 1982 ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് മിറാഷ് 2000 എന്ന വിമാനം വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിലെ ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്ന ഒരു വിമാനമാണ് മിറാഷ് 2000. ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഏറ്റവും പുതിയ വിമാനം ഏതാണ്?
24 റഫേൽ മറൈൻ ജെറ്റ്സ്. ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കുള്ള സ്ക്വാഡ്രൺ ആണ് റഫേൽ എന്ന വിമാനം. ഇത് ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. കൂടാതെ ഇന്ത്യയുടെ മറ്റു വിമാനമാണ് മിറാഷ് എന്ന് പറയുന്ന വിമാനവും വാങ്ങിച്ചിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഫ്രാൻസ് ഉക്രൈന് 5 മിറാഷ് 2000 എന്ന വിമാനം നൽകിയിരിക്കുകയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, റഷ്യ അപ്പോയിന്റ്സ് ന്യൂ റോസ്കോസ്മസ് ചീഫ്. റഷ്യ പുതിയ റോസ്കോസ്മസ് മേധാവിയെ നിയമിച്ചു. റഷ്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്പേസ് ഏജൻസി എന്ന് പറയാൻ പറ്റും റോസ്കോസ്മസ്. റോസ്കോസ്മസിന്റെ ചീഫ് മാറിയിരിക്കുകയാണ്. റഷ്യ ഇപ്പോൾ റോസ്കോസ്മസ് എന്ന റഷ്യയുടെ സ്പേസ് ഏജൻസിന്റെ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റഷ്യയുടെ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷൻ റോസ്കോസ്മസിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ദിമിത്രി ബക്നോ. ദിമിത്രി ബക്നോ ആണ് റഷ്യൻ സ്പേസ് ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ. റഷ്യയുടെ സ്പേസ് ഏജൻസി ആണ് റോസ്കോസ്മസ്. അതുപോലെ തന്നെ അമേരിക്കയാണെങ്കിൽ നാസ, ഇന്ത്യ ISRO, ജപ്പാൻ ആണെങ്കിൽ ജാക്സ, യൂറോപ്പ് ആണെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി. റോസ്കോസ്മസ് മുമ്പ് റഷ്യൻ സ്പേസ് ഏജൻസി എന്തായിരുന്നു? സോവിയറ്റ് സ്പേസ് പ്രോഗ്രാം. റോസ്കോസ്മസ് എന്ന പേര് വരുന്നതിന് മുമ്പ് റഷ്യയുടെ സ്പേസ് ഏജൻസി ആയിരുന്നു റഷ്യൻ സ്പേസ് ഏജൻസി. 1992 ഫെബ്രുവരി 25 റഷ്യൻ സ്പേസ് ഏജൻസി എന്ന പുതിയ പേര് വന്നിട്ടുള്ളത്. റഷ്യൻ സ്പേസ് ഏജൻസി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1992 25 ഫെബ്രുവരിക്കാണ്. പിന്നീട് 1999 റഷ്യൻ ഏവിയേഷൻ ആൻഡ് സ്പേസ് ഏജൻസി ആയിട്ടും 2004 പിന്നെ അതിനെ ഫെഡറൽ സ്പേസ് ഏജൻസി ആയിട്ടും മാറ്റി. അതിനുശേഷം 2015 ഫെഡറൽ സ്പേസ് ഏജൻസി റോസ്കോസ്മസും യുണൈറ്റഡ് റോക്കറ്റ് ആൻഡ് സ്പേസ് കോർപ്പറേഷനും ഒരുമിച്ചായിക്കൊണ്ട് അതിനെ റോസ്കോസ്മസ് എന്ന പേര് വന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, 9th ഏഷ്യൻ വിന്റർ ഗെയിംസ് ടു ബിഗിൻ ഇൻ ചൈന. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് ചൈനയിൽ ആരംഭിക്കും. ഏഷ്യൻ വിന്റർ ഗെയിംസ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് എന്നറിയപ്പെടുന്ന 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് 2025 ഫെബ്രുവരി 7 മുതൽ 14 വരെ ഏത് രാജ്യത്താണ് ആരംഭിച്ചത്? ചൈന. അപ്പോൾ ചൈനയിലാണ് 9ാമത്തെ ഏഷ്യൻ വിന്റർ ഗെയിംസ് അല്ലെങ്കിൽ 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് എന്നറിയപ്പെടുന്ന വിന്റർ ഗെയിംസ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഫെബ്രുവരി 7, അതായത് ഇന്നലെ ആരംഭിച്ചു. ഫെബ്രുവരി 7 മുതൽ 14 ഫെബ്രുവരി വരെയാണ് ഏഷ്യൻ വിന്റർ ഗെയിംസ്. ഇത് നടക്കുന്നത് ചൈനയിലാണ്. 2025 ഫെബ്രുവരി 7 മുതൽ 14 വരെ ചൈനയിൽ ഏത് നഗരമാണ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്നത്? ഹാർബിൻ. ഹാർബിൻ എന്ന സിറ്റിയാണ് 9th ഏഷ്യൻ വിന്റർ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത്. ചൈന 3ാമത്തെ പ്രാവശ്യമാണ് വിന്റർ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത്. 2ാമത്തെ പ്രാവശ്യമാണ് ഏഷ്യൻ വിന്റർ ഗെയിംസ് ഹാർബിൻ എന്ന സിറ്റിയിൽ ചൈന ആതിഥ്യം വഹിക്കുന്നത്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? ഡ്രീം ഓഫ് വിന്റർ ലവിംഗ് എമംഗ് ഏഷ്യ. ശൈത്യകാല സ്വപ്നം, ഏഷ്യക്കടയിലുള്ള സ്നേഹം. ഡ്രീം ഓഫ് വിന്റർ ലവ് എമംഗ് ഏഷ്യ എന്നതാണ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ തീം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാച്ച്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC. IOCയുടെ പ്രസിഡന്റ് ആണ് തോമസ് ബാച്ച്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് PT ഉഷ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ഫിഫ സസ്പെൻസ് കോങ്കോ റിപ്പബ്ലിക് പാകിസ്ഥാൻ ഫെഡറേഷൻ. ഫിഫ കോങ്കോ റിപ്പബ്ലിക് പാകിസ്ഥാൻ ഫെഡറേഷനുകളെ സസ്പെൻഡ് ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് ഫിഫ 2 രാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്ത കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലംഘനങ്ങൾക്ക് ഫിഫ അടുത്തിടെ ഏത് 2 രാജ്യങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷനുകളെ സസ്പെൻഡ് ചെയ്തു? പാകിസ്ഥാനും കോങ്കോയും. കോങ്കോ ആഫ്രിക്കയിലെ രാജ്യം, അതുപോലെ തന്നെ പാകിസ്ഥാനെയാണ് ഫിഫ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബാൻ ചെയ്തിട്ടുള്ളത്. ഫിഫയുടെ ചില ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ആണ് ഫിഫ പാകിസ്ഥാനെ നിരോധിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ കോങ്കോ ആണെങ്കിൽ അവിടെ മറ്റു 3ാമത്തെ ഒരു സംഘടന ഫിഫയുടെ കാര്യങ്ങൾ ഇടപെടുന്നു എന്ന കാരണത്താലാണ് കോങ്കോയെ ഫിഫ ഇപ്പോൾ നിരോധിച്ചിട്ടുള്ളത്. ഫിഫ നിയമങ്ങൾ ലംഘിച്ചതിന് പാകിസ്ഥാൻ ഫുട്ബോൾ അസോസിയേഷനെ ഫിഫ എത്ര തവണ സസ്പെൻഡ് ചെയ്തു? 3 തവണ. ഫിഫ റൂൾസിനെ ലംഘിക്കുന്ന രാഷ്ട്രങ്ങളെ ഫിഫ നിരോധിക്കാറുണ്ട്. പാകിസ്ഥാനെ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഇന്ത്യയും ഫിഫ നിരോധിച്ചിരുന്നു. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 23 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. JD's കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം.
താങ്ക് യു വെരി മച്ച്.